മാസപ്പടി കേസിൽ ഇഡിക്ക് അന്വേഷണം തുടരാം, സ്റ്റേ ഇല്ല എന്ന വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. കേരളം രാവിലെ മുതൽ തന്നെ അതിരാവിലെ മുതൽ തന്നെ ഇന്ന് ഇത് എങ്ങനെയാവും, സ്റ്റേ ഉണ്ടാകുമോ എന്നുള്ള ഒരു തീരുമാനം അറിയാനാണ് കേരളം കാത്തിരുന്നത്. എന്തായാലും ആ തീരുമാനം വന്നിരിക്കുന്നു. സ്റ്റേ ഇല്ല, ഇഡിക്ക് അന്വേഷണം തുടരാം എന്ന ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുദ്രവച്ച കവറിൽ റെയ്ഡ് വിവരങ്ങൾ ഇഡി കോടതിയെ അറിയിച്ചു. പരിശോധനയ്ക്കിടെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും കോടതിയെ ബോധ്യപ്പെടുത്തി. മുതിർന്ന അഭിഭാഷകരെ ഇറക്കി അനുകൂല ഉത്തരവ് നേടാനായിരുന്നു CMRLന്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമം. കേസിൽ 5ാമതായി കേസ് ഹൈക്കോടതിക്ക് മുന്നിലെത്തി. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. തെളിവുകളൊന്നുമില്ലാതെ ഇഡി കേസിൽ മുന്നോട്ട് പോവുകയാണ് എന്നായിരുന്നു CMRLന്റെ പ്രധാന വാദം. എന്നാൽ ശക്തമായ തെളിവുണ്ടെന്നും വീണ അടക്കമുള്ളവർ കേസിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്നുമാണ് ഇഡി വാദിച്ചത്. റെയ്ഡ് അടക്കം ഇഡി ശക്തമായി ചൂണ്ടിക്കാട്ടി. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആണ് ഇഡിക്ക് വേണ്ടി ഹാജരായത്. ഡയറക്ടറേറ്റുമായി തീരുമാനിച്ചാണ് കേസിന്റെ മുന്നോട്ട് പോക്ക് ഇഡി തീരുമാനിച്ചത്. റെയ്ഡിനിടെ ഉണ്ടായ അനിഷ്ട സംഭവവും കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. CMRLിൽ നിന്നും പ്രതിഫലമായി ലഭിച്ച 2.78 കോടി രൂപയിൽ 45 ലക്ഷം രൂപ ശശിധരൻ കർത്തയുടെ നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ എംപവർ ഇന്ത്യ ലിമിറ്റഡിലേക്ക് വീണ കൈമാറിയിരുന്നതിന് തെളിവായി എക്സലോജിക് കമ്പനിയുടെ ബാങ്കിംഗ് രേഖകൾ CMRLിൽ നിന്ന് ഓരോ തവണയും എക്സലോജിക്കിന്റെ അക്കൗണ്ടിൽ പണം എത്തുമ്പോഴും 4 മുതൽ 21 ദിവസം വരെയുള്ള ഒരു ഇടവേളയിൽ ആ തുക എംപവർ ഇന്ത്യക്ക് കൈമാറിയിരുന്നതായി SFIO റിപ്പോർട്ടിനൊപ്പം ചേർത്ത ചാർട്ട് വ്യക്തമാക്കുന്നു. വീണയ്ക്ക് 2 തവണയായി ശശിധരൻ കർത്ത നൽകിയ 50 ലക്ഷം രൂപയുടെ വായ്പ തിരിച്ചു കിട്ടാനായി പൊതുമേഖലാ കമ്പനിയെ CMRLനെ ഉപയോഗപ്പെടുത്തിയെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ രേഖ. ശക്തമായ തെളിവുകളുണ്ട് എന്ന് ഇഡി നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരുന്നു. എന്നാലും എന്തായിരിക്കും ഇനി ഉണ്ടാവുക എന്നറിയാൻ ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരുന്നത്. മാസപ്പടി കേസിൽ എന്തായാലും ഇഡി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക, ഇഡി നിലപാട് കടുപ്പിക്കുമോ എന്നുള്ളതാണ് കേരളത്തിന് അറിയേണ്ടത്. എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം അതിന് ഒരു വ്യക്തമായ ധാരണയുണ്ടാകും. ഇന്ന് തന്നെ വാദം പൂർത്തിയാക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. വീണയ്ക്ക് 5 ലക്ഷം രൂപയും വീണ മാത്രം ഉടമസ്ഥയായ എക്സലോജിക് കമ്പനിക്ക് 3 ലക്ഷം രൂപയുമായിരുന്നു ഓരോ മാസവും CMRL നൽകിയിരുന്ന പ്രതിഫലം. എക്സലോജിക്കുമായി CMRL കരാറിലെത്തിയത് 2017 തുടക്കത്തിലാണ്. ആ വർഷം മെയ് മുതൽ 2019 ജനുവരി വരെ CMRL നിന്ന് ലഭിച്ച പ്രതിഫലമാണ് എക്സലോജിക് നേരെ എംപവർ ഇന്ത്യയിലേക്ക് കൈമാറിയത്. മെയ് 4 അക്കൗണ്ടിൽ ആദ്യ പ്രതിഫലമായി എത്തിയ 3 ലക്ഷം രൂപ മെയ് 9 മാറ്റി. ഇങ്ങനെ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ തുക കൈമാറിക്കൊണ്ടിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ് കേസിന്റെ രീതികളും. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും ഇഡി അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെ, ഇഡി തുടർന്നും പരിശോധനകളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കേരളം കാത്തിരുന്ന ആ സ്റ്റേ, കേരളം ഭയപ്പെട്ടിരുന്ന ഒരുപക്ഷെ സ്റ്റേ ഉണ്ടാകുമോ എന്നറിയാൻ കാത്തിരുന്ന കേരള ജനതയ്ക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.